പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കാൻ ഇടവരുന്നതിലും വിശേഷിച്ച് വളരെ പരിചയമുള്ള കുടുംബാംഗങ്ങളോടൊരുമിച്ച് ചില ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ വരുമെങ്കിലും വൺസ് ഇൻ എ വൈൽ ഇങ്ങനെ വന്ന് കാണാനും ഒരുമിച്ച് ശുശ്രൂഷിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്താനൊക്കെയുള്ള അവസരം കർത്താവ് തരുന്നല്ലോ. ബഹുമാന്യ കർത്തദാസൻ കുടുംബം, ശേഷം സഭയാൻ കുടുംബത്തിലെ എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു, വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധന്യമാനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ തുടർന്നുള്ള ചില നിമിഷങ്ങൾ നമുക്ക് ദൈവവചന ധ്യാനത്തിനായിട്ട് സമയങ്ങൾ വേർതിരിക്കാം. ഞാൻ ഇന്ന് രാത്രി ഈ വരുന്ന സെഷനുകളിലും ശുശ്രൂഷിക്കാനായിട്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ച വേദഭാഗം വളരെ പരിചയമുള്ള വേദഭാഗമാണ്. എനിക്ക് സംശയമുണ്ട്, ഞാൻ ഇതേ വേദഭാഗത്തിൽ നിന്ന് തന്നെ ഇവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും എന്താണെങ്കിലും ബൈബിള് നമുക്കിതല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പുസ്തകങ്ങളും ഈ ബൈബിളും ഒക്കെ ഒക്കുള്ളൂ. അതുകൊണ്ട് പക്ഷേ എനിക്ക് ദൈവാത്മാവ് തന്ന ഒരു നിയോഗത്തിൽ ഞാൻ ഈ 3 സെഷനിലും ഏകദേശം ഇതേ വേദഭാഗത്തോട് ബന്ധപ്പെട്ട ചിന്തകളാണ് പങ്കുവെക്കുന്നത്. അങ്ങനെ കർത്താവ് എനിക്ക് എന്നെ ഒരു പെർസ്പെക്റ്റീവിലൂടെ അങ്ങനെ കൊണ്ടുപോയത് കൊണ്ട് ഞാൻ ആ രീതിയിൽ ദൈവവചന ചിന്തകൾ പങ്കുവെക്കുകയാണ്. പക്ഷേ ഈ ചിന്ത, ഈ ഒരു ലൈൻ ഓഫ് തോട്ട് എനിക്ക് കർത്താവ് ഈ ദിവസത്തെ ഇവിടുത്തെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ടാണ് തന്നത്. അതുകൊണ്ട് ആ രീതിയിൽ മുമ്പ് ഞാൻ ചിന്തിക്കുകയോ ശുശ്രൂഷിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വചനഭാഗം സെയിം ആണെങ്കിലും സന്ദേശം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കും. ഒരു നിമിഷം കൂടെ കണ്ണുകളെ ഒന്ന് ദൈവത്തിൽ അടച്ച് നാം ഇതുവരെയും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തല്ലോ. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് ഞാൻ ഒരുപക്ഷെ എവിടെയും പറഞ്ഞിട്ടുണ്ട്, ന്യൂയോർക്കിൽ ശാലേമിൽ മിക്കപ്പോഴും പറയും, നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് നാം വന്നു, പരിചയമുള്ള സീറ്റിലാണ് നാം ഇരിക്കുന്നത്. ഇവിടെ ഉള്ളവരെല്ലാവരും പരിചയമുള്ളവരാണ്. നാം ഒരുപക്ഷെ വായിച്ച് കേൾക്കാൻ പോകുന്ന വചനവും പാടിയ പാട്ടും എല്ലാം പരിചയമുള്ളതാണ്. പക്ഷെ ഒരു കാര്യം വ്യത്യാസമുണ്ട്. നാം ഇന്ന് രാത്രിയിലും അടുത്തു വന്ന് ആരാധിക്കുമ്പം ദൈവത്തിൻ്റെ ഇടപെടലുകൾ വ്യത്യസ്തതയുള്ളതാണ്. അതൊരിക്കലും നാം പ്രതീക്ഷിക്കുന്ന പോലെയല്ല. അങ്ങനെയാണെങ്കിൽ അവൻ ദൈവമല്ല, അവൻ സൃഷ്ടികർത്താവാണ്. അതുകൊണ്ട് അവൻ്റെ അടുക്കലിരിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും. പരിശുദ്ധാത്മാവ് നമ്മളിൽ എങ്ങനെ ക്രിയ ചെയ്യാൻ പോകുന്നു, നമ്മളിൽ എന്താണ് ഇന്ന് രാത്രി കൂട്ടിക്കൊണ്ട് നമ്മെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന് ചെയ്യാനുള്ളതെന്ന് നമുക്കാർക്കും അറിയുകയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിന് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ദൈവത്തിന് ഇന്ന് രാത്രിയിലും പുതുതായിട്ട് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. നാം ഇന്ന് രാത്രി അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു നിമിഷം കൂടെ ദൈവത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട്, കർത്താവേ, അങ്ങാണ് എന്നെ ആലയത്തിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ പരിചയങ്ങൾക്കപ്പുറത്ത്, ഈവൻ വചനത്തിൻ്റെ പരിചയത്തിനും അപ്പുറത്ത് കർത്താവ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവശക്തി കൊണ്ട്, ദൈവസാന്നിധ്യം കൊണ്ട്, ദൈവിക അനുഗ്രഹങ്ങളെ കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ തീരുമാനങ്ങൾ, ദൈവിക ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ കൂട്ടായ്മ നിമിത്തം കാരണമാകട്ടെ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. സ്വർഗീയപിതാവേ, ആ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ഒന്നുകൂടെ ഒന്ന് ചേർത്ത് നിർത്തുന്ന രാത്രിയാക്കണേ. വേറെ പലതിലേക്കും ഞങ്ങളുടെ ആകർഷണം, ഞങ്ങളുടെ ശ്രദ്ധ പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി സ്വർഗത്തിന് മാത്രം അവകാശം പറയാൻ പറ്റുന്ന, ഞങ്ങൾ ദൈവത്തിൻ്റേതെന്നും ദൈവം ഞങ്ങളുടേതെന്നും പറയുന്ന ആഴമായ ആ ബന്ധത്തിലേക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളെ വചനത്തിൻ്റെ ചിന്തകളിലൂടെ നയിക്കേണ്ടതിനായി
ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരാധന അങ്ങയ്ക്ക്, മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവിന് മഹത്വം. നമുക്കൊരുമിച്ച് ദൈവവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് ലൂക്കോസിൻ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് 38 മുതൽ ഉള്ള വേദവാക്യങ്ങൾ വായിക്കാം. ദ ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സസ് 38 ഫോളോയിങ്. ആമേൻ. നാം സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, കണ്ണ് ഇല്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വില അറിയും, അല്ലേ? ചിലപ്പോഴൊക്കെ പറയും അങ്ങനെ. നമ്മൾ പലതിനെക്കുറിച്ചും പറയാറുണ്ട്. ഇല്ലാത്തപ്പോഴേ അത് ഉള്ളതിൻ്റെ വില അറിയൂ. വെൻ വി ഹാവ് ദി ഐസ് ആൻഡ് ഐസൈറ്റ്, മെനി എ ടൈം വി ആർ നോട്ട് highly value the privileges that we have, any of the things in the world. But sometimes when we don't have those privileges, we think about the value of those things in our lives. So this is one of the common statement. We only know the importance and value of the eyes when we don't have the sight. So how many of us ever thought that we only know the value of God when we don't have Him near us? We will only know the value of church when we don't have the opportunity to go to the church and worship the Lord. We will only know the value of the musicians or preachers of God's word or pastor when we don't have those people to serve in our community, in our family, in our church. Most of the time we don't value those things and we don't say thank you, O God. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹീതമായ നിങ്ങൾ മ്യൂസിഷ്യൻസ് ടീം, നിങ്ങളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ നന്നായിട്ട് നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുകയും പാട്ട് പാടുകയും. ഇത് മെയിൻ ടീം ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളെങ്കിലും വളരെ ആത്മാർത്ഥതയോടെ നന്നായിട്ടത് ചെയ്തു. അത് മനോഹരമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റേതിൻ്റെ കാര്യം, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. എനിവേ, നാം എപ്പോഴൊക്കെ നാം ചിന്തിക്കാറുണ്ട്, ഉള്ളപ്പോൾ നാം പലപ്പോഴും അതിൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞ് അതിന് ദൈവത്തിന് നന്ദി പറയാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, അതിൻ്റെ മഹത്വം അറിയാൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നമുക്ക് തന്നിട്ടുള്ളതൊക്കെ നന്ദിയോടെ ഓർക്കാനും ദൈവത്തെ സ്തുതിക്കാനുമുള്ളതാണ്. പക്ഷെ പലപ്പോഴും നാം അങ്ങനെ ചെയ്യാറില്ല. നാം മറന്നു പോകുന്നു. പലതിനും നമുക്ക് പ്രാധാന്യം കൊടുക്കാൻ അങ്ങനെ പറ്റാറില്ല. ഞാൻ പറഞ്ഞു വരുന്ന പശ്ചാത്തലം, ഈ വേദഭാഗത്ത് നിന്ന് കർത്താവ് എന്നോട് സംസാരിച്ച 2-3 പ്രധാനപ്പെട്ട ചിന്തകൾ പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ ആ പ്രാരംഭ വാക്യം നാം വായിച്ചു തുടങ്ങിയത് 38-ാം വാക്യത്തിൽ. അവിടെ വായിച്ചത് എന്താണ്? അവർ ഒരു ഗ്രാമത്തിലെത്തി. അടുത്തത്, ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അപ്പോൾ ഈ ഒരു ഗ്രാമം എന്ന് പറയാതെ ഗ്രാമത്തിൻ്റെ പേര് പറയുന്നതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ? ഈ ഒരു ഗ്രാമം, ഇൻ ഇംഗ്ലീഷ് certain city അല്ലേ, certain village, and a certain woman named Martha. Why the word certain there? അതില്ലാതെ പറയുന്നതല്ലേ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഈസി ആയിട്ട് പറഞ്ഞുകൂടെ? ഈ ഗ്രാമത്തിൻ്റെ പേര് നമുക്കറിയത്തില്ലേ? എന്താണ് ഗ്രാമത്തിൻ്റെ പേര്? ബഥാന്യ. അതും അറിയാം നമുക്ക്. പക്ഷേ എന്താണ് ഇവിടെ ആരംഭത്തിൽ ഈ വചനഭാഗം രേഖപ്പെടുത്തിയപ്പോൾ
സർട്ടൻ എന്ന് പറഞ്ഞത്? അപ്പോൾ പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല. ഇനി താഴോട്ട് വരുമ്പോൾ ഇതേ പുസ്തകത്തിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ട് 2 വേദഭാഗങ്ങളിൽ ഈ സിറ്റിയുടെ സ്ഥലത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന്, ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ, ദ ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സ് 29. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ അവസാനത്തെ സപ്പറിനോട് ബന്ധപ്പെട്ട് നാം കാണുന്ന ഒരു, അല്ലെങ്കിൽ അവസാന നാളുകളോട് ബന്ധപ്പെട്ട് കാണുന്ന ഒരു സ്ഥലമാണ് ഈ ബഥാന്യ എന്ന് പറയുന്നത്. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 24-ാം അധ്യായം 50-51 വാക്യങ്ങളും കൂടെ. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 24. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുന്നേ, ബിഫോർ ദി അസെൻഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, വാട്ട് വാസ് ദ ലാസ്റ്റ് പ്ലേസ് ഓൺ ദ പ്ലാനറ്റ് എർത്ത് that Jesus traveled and took his disciples? It was Bethany. So this place became the heart, the center of the ministry of Jesus, right? യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലമായിട്ട് ബഥനി മാറി. പക്ഷെ ബഥനിയെക്കുറിച്ച് ആദ്യം പ്രതിപാദിക്കുമ്പോൾ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടല്ല തുടങ്ങിയത്, സർട്ടൻ വില്ലേജ്. അപ്പോൾ ഈ സർട്ടൻ വില്ലേജ് പ്രാധാന്യമുള്ള സ്ഥലമായി മാറിയത്, ചരിത്രത്തിൽ പ്രാധാന്യമുള്ളതായി മാറിയത്, ഈ വചനത്തിൽ എഴുതപ്പെട്ടത്, അതിൻ്റെ പിന്നെ റീസൺ ഉണ്ട്. അതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് നമുക്കറിയാവുന്ന പശ്ചാത്തലം തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ, യേശു ആ ഗ്രാമത്തിൽ വന്നു, ഒരു കുടുംബം യേശുവിനെ ആ വീട്ടിൽ സ്വീകരിച്ചു. ഞാനിന്ന് നമ്മുടെ ഇംഗ്ലീഷ് പാട്ട് പാടിയപ്പം, ഡ്രോ മീ നിയറർ പാട്ട് പാടിയപ്പോൾ എൻ്റെ പല മണക്കാല ഓർമ്മകളിലേക്കും സെമിനാരി ഓർമ്മകളിലേക്കും പോയി. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ, ഒന്ന്, ഞാൻ ഈ വചനം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് നിന്നുകൊണ്ടാണ് ഈ പാട്ട് പാടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്, മണക്കാല എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ഞങ്ങളുടെയൊക്കെ താമസത്തിന്, സന്തോഷ് പാസ്റ്റർ ഞങ്ങൾക്കൊക്കെ അടുത്ത് ഉള്ള ഒരു സ്ഥലം, ഒരു ചെറിയ ഗ്രാമം. ഒരു വിധത്തിലും ലോകത്തിൽ അറിയപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു ദേശമാണ് മണക്കാല. അതിന് പ്രത്യേകത ഒന്നുമില്ല. പക്ഷേ മണക്കാല ഇന്ന് അറിയപ്പെടുന്നത് ഈ പറയുന്നത് പോലെ ഒരു സർട്ടൻ വില്ലേജ് എന്ന് പറയേണ്ടടുത്ത് അതിൻ്റെ പേര് പ്രസിദ്ധമായത് ഒരു സെമിനാരി നിമിത്തമാണ്, ദൈവത്തിൻ്റെ ഇടപെടൽ നിമിത്തമാണ്. അപ്പോൾ ഇനി ഡ്രോമിനിയർ പാട്ട് പാടിയപ്പോൾ, ഞാൻ ഈ പാട്ട് ഞങ്ങൾ സെമിനാരിൽ ഒത്തിരി പാടിയിട്ടുള്ളൊരു പാട്ടാണ്. ഒരു പക്ഷേ ശാലേമിൽ ഈ പാട്ട് അങ്ങനെ പാടാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ കോമൺ ആയിട്ട് കേൾക്കാറില്ല. ദയവായിട്ട് പറയല്ല ഇവിടെ വന്നിട്ട് ശാലേമിൻ്റെ കുറ്റമെല്ലാം പറഞ്ഞിട്ട് പോയെന്ന്. അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ അവിടെ കൂടുതലും ഒരു മോഡേൺ പുതിയ പുതിയ പാട്ടുകൾ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും, കൂടുതൽ പാടുകയും ചെയ്യും. പക്ഷേ എൻ്റെ സെമിനാരി ഓർമ്മകളെ ഉണർത്തി ഇന്ന്. അതിൻ്റെ കാരണം, ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഒരു മോർണിംഗ് ഡിവോഷനുണ്ട്, 5:30 to 6 o'clock. അപ്പോൾ ഫ്രം 5:30 to 6 o'clock in the morning devotion, all of us supposed to share at least 10 minutes from one psalm, normally a devotion from one of the psalms. So going from a very interior village setup, Malayalam is the only language that was known, and the only communicable language was Malayalam. When we went to the campus, when we were asked to share 10 minutes in English, it is such a Himalayan task. No way it's possible. So what we used to do, we go to the commentary, we write down everything on a sheet, and the problem with reading, sometimes it finishes very early. And moreover, with all the panic and fear, we stand before the congregation behind the podium. Sometimes we won't get the correct order. We miss here and there.
and even we may lose the paper all of a such. But what happened, normally what we do is we will find somebody, couple of our good singers, and we will select, we tell them, you have to sing this song. And the song we selected, not because of the meaning, but the longest songs available in the songbook. The longest songs. Why? Because at least we can manage that much time pass by. So, one of the songs, and we asked them, we begged them, brother, repeat that song again. ആത്മാവിൽ ആരാധിക്കാനും അതിൻ്റെ മീനിങ് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കാനും വേണ്ടി ഒന്നുമല്ല, പിന്നെ കുറേ സമയം ഒന്ന് പോയി കിട്ടണം. പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്, അവരോട് മുൻകൂട്ടി പറയും, ഇന്നത്തെ ഇൻ്റർസെസറി പ്രെയർ ബ്രദർ പ്രാർത്ഥിക്കണം. ആ ബ്രദറിനോട് പറയും, കേരളം തുടങ്ങി ഉഗാണ്ട വരെയുള്ള സകല വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അല്പസമയം, അതിൻ്റെ ബാക്കി അപ്പോൾ ഈ എഴുതി വച്ചേക്കുന്നത് 5 മിനിറ്റ് ചിലപ്പോൾ കാണത്തുള്ളൂ. 3-4 പേജ് എഴുതിയാലും വായിച്ചു പോകുമ്പം 5 മിനിറ്റേ കാണുകയുള്ളൂ. പക്ഷേ 10 മിനിറ്റ്, ഈ 6 മണി വരെ നിർത്തണം, 6 മണിക്ക് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ. പക്ഷേ ഞാൻ ഇന്ന് ഇതെല്ലാം പറയുന്നത്, ഇതെല്ലാം മണക്കാലയുടെ ചരിത്രവും ഈ പറയുന്ന എൻ്റെ ചരിത്രവും ഇവിടെ ഇരിക്കും നിങ്ങളുടെ ചരിത്രവും, നമ്മുടെ എല്ലാം ചരിത്രം മാറ്റിയ ഒരാളുണ്ട്. ആമേൻ. നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ എല്ലാവരുടെയും ചരിത്രം മാറി. നമ്മുടെ എല്ലാവരുടെയും ചരിത്രത്തെ കർത്താവ് മാറ്റി. നമ്മുടെ എല്ലാവരുടെയും പശ്ചാത്തലങ്ങളെ യേശു മാറ്റി. അതാ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു തുടങ്ങിയത്, വചനം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്, ഒരു സർട്ടൻ വില്ലേജ്. അതിന് വലിയ മഹത്വവും പ്രാധാന്യവും ഒന്നും യേശു അവിടെ ചെല്ലുമ്പോൾ ഇല്ല. ഒരു സർട്ടൻ വില്ലേജ്, അനേക വില്ലേജുകളിൽ ഒരു വില്ലേജ്, അനേക ഗ്രാമങ്ങളിൽ ഒരു ഗ്രാമം, അനേക വ്യക്തികളിൽ ഒരു വ്യക്തി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെല്ലാവരും. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ചരിത്രം യേശു മാറ്റി, യേശുവിൽ മാറി. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം നാം അറിയേണ്ടുന്നത്, കർത്താവിന് നന്ദി പറയേണ്ടുന്നത്, കർത്താവിനാൽ ആകർഷിക്കപ്പെടേണ്ടുന്നത്, കർത്താവിലേക്ക് മാത്രം നമ്മുടെ ആകർഷണം വരേണ്ടുന്നത്, നാം ഇത് ധ്യാനിച്ചു തുടങ്ങുമ്പോഴാണ് എൻ്റെ ചരിത്രം മാറ്റിയത് എൻ്റെ ഡിഗ്രി അല്ല, എൻ്റെ എൻ്റെ വീടല്ല, എൻ്റെ ക്വാളിഫിക്കേഷൻസ് അല്ല, എൻ്റെ ചരിത്രം മാറ്റിയത് എൻ്റെ കർത്താവാ. ആമേൻ. അല്ലെങ്കിൽ നമ്മൾ ഈ സർട്ടൻ എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ പോകേണ്ടുന്നവരാ. പക്ഷേ യേശു അവിടെ എത്തിയത് കൊണ്ട് നമ്മുടെ വായിക്കുന്ന വേദഭാഗം അങ്ങനെയാണ്. Now it happened as they went that he entered a certain village, and a certain woman named Martha welcomed him into her house. യേശു ആ ഗ്രാമത്തിലേക്ക് പോയി. യേശു ആ ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ ഈ മാർത്ത ഈ യേശുവിനെയും ശിഷ്യന്മാരെയും വീട്ടിൽ കൈക്കൊണ്ടു. നമ്മുടെ എല്ലാം ചരിത്രം മാറിയത് യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊണ്ടതുകൊണ്ട്. ഇന്ന് രാത്രി ഞാൻ ഈ വചനം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാനൊരു പ്രാവശ്യം കൂടെ ആവർത്തിക്കട്ടെ. If you have not genuinely accepted Jesus Christ, you have to open the door of your heart and welcome him into your house, into this room. Because we are born in a Christian family, I always tell in my church, in my family, because you are born to a pastor or part of a pastor family, or we can claim about 3rd generation, 4th generation Pentecostal tradition, none of those things will ever make possible that Jesus to enter into our heart. Only way it is possible when we welcome him into our heart. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച്
അവനോട് ചേർന്ന് യാത്ര ചെയ്യുക. നമ്മുടെ ക്രിസ്തീയ യാത്ര തുടങ്ങുന്നത്, ചരിത്രം തുടങ്ങുന്നത് യേശുവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ്. ഇവിടുത്തെ പ്രത്യേക നാമം നോക്കുക. യേശുവിനെ വെൽക്കം ചെയ്തു എന്നുള്ളത് ശരിയാണ്. അതിന് മാർത്തയും മറിയയും എന്താ ചെയ്തത്? എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും പുണ്യം ചെയ്തോ? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി, മറ്റു ഗ്രാമക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഗ്രാമമോ ഈ കുടുംബമോ എന്തെങ്കിലും ചെയ്തോ? ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ഒന്നും ചെയ്തില്ല. എന്നാൽ യേശു ആ വീട്ടിൽ, ആ ദേശത്ത് വരാൻ കർത്താവ് മനസ്സ് കാണിച്ചു. കർത്താവ് മനസ്സ് കാണിച്ചതുകൊണ്ട് ഈ വീട്ടിൽ യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട്, ക്ഷണിച്ചതുകൊണ്ട് അത് നടന്നു. പക്ഷേ ഇതിന് പശ്ചാത്തലമായിട്ട് ഈ 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഫസ്റ്റ് വേഴ്സസ് ഓഫ് ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 9, we read Jesus sends the 12 disciples. But in chapter 10 we read Jesus sends the 70 or 72 beforehand, that they would go to the villages and cities, that they would introduce Jesus who is about to come. 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചു വിടുക. He himself was about to go. അപ്പോൾ യേശു പോകുന്നതിന് മുന്നമേ ഈ 2 പേരെ യേശു പറഞ്ഞയക്കുക, മുന്നമേ പറഞ്ഞയക്കുക. നമ്മൾ നമ്മുടെ കൺവെൻഷനുകളെ പണ്ട് പരസ്യപ്പെടുത്തിയിരുന്ന ഓർമ്മയുണ്ടാകും. അല്ലെങ്കിൽ ഇലക്ഷൻ്റെ സമയത്തെ പ്രധാനപ്പെട്ട ഇലക്ഷൻ സ്ഥാനാർത്ഥിയോ പ്രധാനപ്പെട്ട നേതാവോ വരുന്നതിന് മുന്നമേ ഒരു അനൗൺസ്മെൻറ്റ് വണ്ടി കടന്നു പോകും. വിളംബരം അല്ലേ? അനൗൺസ്മെൻറ്റ് വണ്ടിക്കകത്ത് ആളില്ല. ആ വിളംബരം എന്താ പറയുന്നത്? എന്താ? അതെ, 1000-ങ്ങൾ 10,000-ങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് രാജവീതികളിലൂടെ, ഏതാ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന നമ്മുടെ റോഡിലൂടെ തിരഞ്ഞെടുക്കപ്പെടാൻ വരുന്ന, ഇതുവരെ പുള്ളി ഒന്നുമല്ല, പുള്ളി നമ്മൾ നിന്നു കൊടുക്കാൻ, നമ്മുടെ കാല് പിടിക്കാൻ റെഡിയായിരിക്കുക. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ രാജവീതികളിലൂടെ നാടിൻ്റെ പ്രിയപുത്രൻ എന്നൊക്കെ പറഞ്ഞ പഴയ അനൗൺസ്മെൻ്റ് ഒക്കെ ഓർമ്മയില്ലേ? അപ്പോൾ ഇങ്ങനെ മുന്നേ പറഞ്ഞു പോകുകയാണ് ആൾക്കാർ. അപ്പോൾ യേശുവിനെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്താൻ തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരെ മുൻപേ അയച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പിക്ചർ ഇങ്ങനെ കാണുന്നു. ബഥാന്യയിലും ഈ ബഥനിയിലും യേശുവിൻ്റെ ശിഷ്യന്മാരവർ ചെന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി കാണും. We are sent by Jesus Christ, the Lord, the creator of the universe. അല്ലേ? സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഞങ്ങളെ അയച്ചേക്കുക. എന്തിനാണ് ഞങ്ങളെ അയച്ചത്? ഇപ്പോൾ യേശു ഇവിടുന്ന് 2 മൈൽ ദൂരമേ ഉള്ളൂ യെരുശലേം. ഇപ്പോൾ ഉദാഹരണം യെരുശലേമിലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ യെരുശലേമിൽ ഞങ്ങളുടെ കർത്താവുണ്ട്. കർത്താവ് അല്പസമയത്തിനകം ഈ വീതികളിലൂടെ വരുന്നുണ്ട്. നിങ്ങളുടെ രോഗങ്ങൾക്ക് അവൻ സൗഖ്യദായകനാണ്. നിങ്ങളുടെ ഞെരുക്കങ്ങളെ യേശു മാറ്റിത്തരും. ഇത് വെറുതെ പറയുന്നതല്ല. ഇതിൻ്റെ പിന്നിലുള്ള 2 അധ്യായങ്ങളിൽ നാം 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവർക്ക് പറയാൻ 100% പറയാം, ധൈര്യമായിട്ട് പറയാം, നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾക്ക് യേശു മതിയായവനാണ്. യായിറോസിൻ്റെ മകളെയും വിധവയുടെ മകനെയും യേശു ഉയർപ്പിച്ചത് ഇതിൻ്റെ പിന്നിൽ 2 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയേക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് പറയാം, മരിച്ചവരെ യേശു ഉയർപ്പിക്കും. ഇങ്ങനെ യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കുറിച്ചൊക്കെ വീടാന്തരം കയറി ഇവർ പറയുകയായിരിക്കാം. എന്നിട്ട് പറയുകയാണ്, ഇതുവഴി ഇപ്പോൾ ആര് വരുന്നു? ആ യേശു വരികയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് അവൻ്റെ അടുക്കൽ വരാം, അവനെ സ്വീകരിക്കാം, അവനോട് സംസാരിക്കാം, അവൻ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി തരും. ഇത് കേട്ടിട്ട് അനേക വീടുകൾ കതകടച്ചു കാണും. അനേകർ പറഞ്ഞു കാണും, ഞങ്ങൾക്ക് വേണ്ട. ഒരുപക്ഷെ അറിവുള്ളവർ, ഇന്നത്തെ യഹൂദന്മാർ പറയുന്നത് പോലെ,
നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, യു ടോക്ക് അബൌട്ട് ദ കാർപ്പൻറ്റർ. അവർ പറയുന്നത് കാർപ്പൻറ്റർ, അവരല്ലാതെ സൺ ഓഫ് ഗോഡ് ഒന്നും ദൈവമെന്നൊന്നും അവർ പറയുന്നത് ആ തച്ചൻ്റെ മകൻ, തച്ചൻ, അതിനെക്കുറിച്ച് പറയണ്ട. അപ്പോൾ കർത്താവിനെ കുറിച്ചുള്ള ചരിത്രം അറിയാകുന്ന പലരും വാതിലടച്ചു കാണും. പക്ഷേ ഇവിടെ സംഭവിച്ചത്, മാർത്ത, ഞാനിങ്ങനെ ചിന്തിക്കുന്നു, യേശുവിനെ കുറിച്ചുള്ള ഈ വർത്തമാനം കേട്ടപ്പോൾ, യേശു ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് കേട്ടപ്പോൾ മാർത്ത ഇങ്ങനെ അന്നേരം തുടങ്ങി നോക്കിയിരിക്കുക. എന്തിനാ? യേശുവിനെ വീട്ടിൽ കൈക്കൊള്ളാൻ. അനേകർ ഒരു പക്ഷേ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് വാദിക്കലോട് വഴിയിലേക്ക് ചെന്ന് അവരുടെ പ്രശ്നം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോരുന്നു കാണും. പക്ഷേ മാർത്ത പറഞ്ഞു, വാ കർത്താവേ, പ്ലീസ് കം ഓൺ ഇൻ, വീട്ടിലോട്ട് വാ. യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു. ഇവിടെ നാം വായിക്കുന്ന പശ്ചാത്തലം അതാണ്. യേശുവിനെ അവൾ വീട്ടിൽ കൈക്കൊണ്ടു. അനേകരും ഒരു പക്ഷേ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും. നാം കേട്ട അതേ കൺവെൻഷനിൽ അനേകരിന്ന് ദൈവവചനം കേട്ടു, പലരുടെയും ഹൃദയം തുറന്നില്ല. അനേക സന്ദേശങ്ങൾ അനേകർ കേട്ടു, അനേകരും തീരുമാനമെടുത്തില്ല. എന്നാൽ കൃപയാൽ നമ്മുടെ കണ്ണ് തുറന്നു, നമ്മുടെ ഹൃദയം തുറന്നു, കർത്താവിനെ അറിയാനുള്ള ഭാഗ്യമുണ്ടായി. അതെ, ഇന്ന് രാത്രി ഈ വചനഭാഗം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുക, കർത്താവിനെ വീട്ടിൽ മാർത്ത കൈക്കൊണ്ടു. ഷീ വെൽക്കംഡ് ഹിം ഇൻടു ഹെർ ഹൗസ്. യേശുവിനെ അവൾ കൈക്കൊണ്ടു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് യേശു വന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, വചനം ഓർമ്മിപ്പിക്കുന്ന പോലെ, യേശു വന്നതുകൊണ്ട് നമ്മുടെ വില്ലേജിൻ്റെ പേര് ഇതിനകത്തായി, ആ കുടുംബത്തിൻ്റെ പേര് ഇതിനകത്തായി, ആ വീട്ടിൽ നടന്ന ദൈവപ്രവർത്തികൾ ഇതിനകത്ത് എഴുതി. അനേക വീടുകൾ, വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ, ആ ചരിത്രങ്ങളെല്ലാം അവരെ കൊണ്ട് അവിടെ അവസാനിച്ചപ്പോൾ, അവിടെ കൊണ്ട് അവസാനിക്കാത്ത ചരിത്രം ഇതിനകത്ത് രേഖപ്പെടുത്തിയെങ്കിൽ അർത്ഥം മറ്റാരും ചെയ്യാത്ത, മറ്റാരും കാണിക്കാത്ത വ്യഗ്രത, താല്പര്യം യേശുവിനോട് ബന്ധപ്പെട്ട് ഈ കുടുംബം കാണിച്ചു. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കും ദൈവമക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും രോഗികളാണ്. ഒരുപക്ഷെ പലർക്കും വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ സാഹചര്യം അനുകൂലം ഒരുപക്ഷെ അല്ലെങ്കിലും ദൈവസന്നിധിയിൽ കടന്നു വന്ന്, ദൈവപാദപീഠത്തിൽ ഇരുന്ന്, ദൈവസന്നിധിയിൽ ഇരുന്ന്, വചനത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം. നാം കാണാൻ പോകുന്ന, അനുഭവിക്കാൻ പോകുന്ന ദൈവപ്രവൃത്തികളുണ്ട്, ദൈവിക അത്ഭുതങ്ങളുണ്ട്. നാം എഴുതപ്പെടുന്ന ചരിത്രത്തിന്റെ ഭാഗമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ മാറ്റും. അതാണ് മാർത്തയുടെ, മറിയയുടെ ചരിത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇവളും വാതിലടച്ചിരുന്നെങ്കിൽ ഈ പുസ്തകത്തിനകത്ത് അവൾ വരികയില്ലായിരുന്നു, ഈ കുടുംബം വരികയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത്, അവൾ യേശുവിനെ വെൽക്കം ചെയ്തു. വെൽക്കം ചെയ്തത് കൊണ്ട് പിന്നീടുത്തെ ചരിത്രത്തിൽ നാം വായിക്കുന്നു, ബഥനി, ആ കുടുംബം ഒത്തിരി ദൈവപ്രവർത്തികൾ നടന്നു. അതൊക്കെ നമുക്ക് പിന്നെ അടുത്ത പുസ്തകങ്ങളിൽ ചിന്തിക്കണം. പക്ഷേ എന്നാൽ മറ്റൊരു കാര്യം കൂടെ അവൾ വെൽക്കം ചെയ്തുകൊണ്ട് നടന്നു. ഇതിൻ്റെ 10-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ദ ബുക്ക് ഓഫ് Gospel of Luke, chapter 10, verse 13 following. ആമേൻ. നമ്മൾ വായിച്ച വാക്കെന്താണ്? വെൽക്കംഡ് അല്ലേ? ഇവിടെ ഈ അധ്യായത്തിൽ ഇപ്പോൾ വായിച്ച വേദഭാഗത്തിൽ ഓപ്പോസിറ്റായിട്ട് കാര്യം നടന്നു. എന്താണ്? റിജക്ഷൻ. റിജക്ഷന്റെ റിസൾട്ട് എന്താണ്? ജഡ്ജ്മെന്റ് അല്ലേ? അവിടെ കൊടുത്തേക്കുന്ന മുഴുവൻ ജഡ്ജ്മെന്റ് കാര്യമല്ലേ? ന്യായവിധി. അപ്പോൾ മാർത്ത, മറിയ, ഈ കുടുംബം യേശുവിനെ കൈക്കൊണ്ടതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പിന്നീട് നടന്ന അത്ഭുതങ്ങളും ആ ദേശത്തോട് ബന്ധപ്പെട്ട അത് ഈ ലിസ്റ്റിൽ വന്നതും ചരിത്രത്തിൻ്റെ ഭാഗമായതെല്ലാം ശരിയാണ്. അതോടൊപ്പം തന്നെ
ഒഴിഞ്ഞുപോയൊരു വസ്തുതയുണ്ട്. എന്തുവാ? ന്യായവിധി. ന്യായവിധി. നാം കർത്താവിനെ സ്വീകരിച്ചപ്പോ, നാം യേശുവിന് ഹൃദയം കൊടുത്തപ്പോ, ജനുവിനായിട്ട് യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചപ്പോ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റിയതിൽ സന്തോഷം. ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി സ്തോത്രം. എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒരു കാര്യം കൂടെ എപ്പോഴും ഓർത്തോണം, വരാനിരിക്കുന്ന ഒരു മഹാന്യായവിധിയിൽ നിന്നൂടെ നാം രക്ഷ പ്രാപിച്ചവരാ. ആമേൻ. നാം ഈ ക്രിസ്തുവിനെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, നാം യേശുവിന്റെ ഭാഗത്ത് നിൽക്കാൻ മനസ്സ് വെച്ചില്ലായിരുന്നെങ്കിൽ, നാം എല്ലാവരും നരകത്തിലേക്ക് പൊക്കൊണ്ടിരുന്നവരാ. നാം ന്യായവിധിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവരായിരുന്നു. നാം ജഡ്ജ്മെന്റിന് വേണ്ടി വിധിക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ നമ്മുടെ ന്യായവിധി മാറ്റിയത് കർത്താവിന്റെ ആ ക്രൂശിന്റെ വചനം നമ്മുടെ അകത്ത് വന്നതാ. കോരസീനെ, നിനക്ക് ഹാ കഷ്ടം. ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാകട്ടോ. ഈ മനുഷ്യരും മുഴുവൻ ദൈവത്തിന്റെ സൃഷ്ടിയാ. ഇവരെ കുറിച്ചൊക്കെ കർത്താവ് നല്ല കാര്യങ്ങളല്ല പറഞ്ഞ്, സ്വീകരിക്കാതെ റിജക്റ്റ് ചെയ്തവരെ നോക്കി ന്യായവിധി പറഞ്ഞപ്പോ, മാർത്തേ, മറിയേ, ഒരു കാര്യം നീ ഓർത്തോ, നിന്റെ വീട്ടിൽ കർത്താവ് വന്ന് കർത്താവിനെ നീ കൈക്കൊണ്ടെങ്കിൽ, നീ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ, വെൽക്കം ചെയ്തെങ്കിൽ, ഓർക്കണം, ഒരു ന്യായവിധി ഒഴിവായി പോയിട്ടുണ്ട്. രാത്രിയിലും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ പ്രാർത്ഥിച്ചൊരു വാചകം ഉണ്ടല്ലോ, കഴിഞ്ഞൊരാഴ്ചയും കൂടെ, എണ്ണത്തിൽ ഒന്നുപോലും കുറഞ്ഞു പോകാതെ ദൈവം സൂക്ഷിച്ചെന്ന്. കോവിഡിൻ്റെ കാലത്ത് ദൈവം സൂക്ഷിച്ചില്ലേ? പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ ദൈവം സൂക്ഷിച്ചില്ലേ? നാം കടന്നു പോകാവുന്ന സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ എത്ര ന്യായവിധികൾ, എത്ര വേദനകൾ ദൈവമക്കളെ നാം കടന്നു പോകുന്ന പ്രായത്തോട് ബന്ധപ്പെട്ടും അല്ലാതെയൊക്കെ കടന്നു പോകുന്ന പലതും പോയി വെക്കും. പക്ഷേ ദൈവത്തിൻ്റെ മഹാകരുണയും കൃപയും അനുഭവിച്ച്, ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ച്, നമുക്ക് മുമ്പേ ദൂതന്മാരെ അയച്ച് ദൈവം ദുർഘടങ്ങളെ നിരപ്പാക്കി ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തി ഇന്നുവരെ ദൈവം തന്ന കൃപയും കരുണയും ദൈവപ്രവൃത്തികളുമുണ്ട്. ഇവിടെ വായിക്കുന്ന ന്യായവിധി അത് മനുഷ്യൻ കാണാൻ പോകുന്ന അന്ത്യന്യായവിധിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഡെയിലി ലൈഫിൽ പോലും എത്ര ദൈവപ്രവൃത്തികൾ നാം കാണുന്നവരാണ്. ഒറ്റ കാരണം കൊണ്ടാണ് കേട്ടോ. വി വെൽക്കംഡ് ജീസസ് ഇൻ യുവർ ഹാർട്ട്. ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിന് വില കൊടുത്ത് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ഈ കുടുംബം, ഒരു പക്ഷേ എനിക്കറിയത്തില്ല മാർത്തയും മറിയുമൊക്കെ ഈ ന്യായവിധി ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്താണെങ്കിലും ഈ കുടുംബത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നാം വായിച്ച് മനസ്സിലാക്കിയത്. അതിൻ്റെ പ്രാരംഭ ഭാഗത്ത്, അതിൻ്റെ ഇതേ അധ്യായത്തിൽ നാം മടങ്ങി ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിൽ ആദ്യം വായിച്ച 38 വാക്യങ്ങളിലേക്ക് വരും. 39-ാമത്തെ വാക്യം 39 വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ ഇവിടെ മാർത്ത വീട് തുറന്നു, വെൽക്കം ചെയ്തു, യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നിപ്പോൾ നാം മാർത്തയെ കാണുന്നത് ശുശ്രൂഷയാൽ വളരെ കുഴങ്ങിയിട്ടല്ലേ, കുഴഞ്ഞിട്ട്. അപ്പം അതിൻ്റെ വേറൊരു, ഞാൻ ഇന്ന് ശ്രദ്ധിക്കുന്ന വേറൊരു ആംഗിളിലാണ്, അതുകൊണ്ട് അതിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നു. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ ഇപ്പോൾ ഇവൾ വരുന്നത് ശുശ്രൂഷയാൽ. എവളോട് ചോദിച്ചാൽ ഇവൾ എന്തായിരിക്കും പറയുക? ശുശ്രൂഷയുടെ വല്ലാത്ത തിരക്കാണ്. ആർക്കു വേണ്ടിയാണ് ഈ ശുശ്രൂഷയെല്ലാം ചെയ്യുന്നത്? കർത്താവിന് വേണ്ടി. അവളോട് ചോദിച്ചാൽ അവളുടെ മനസ്സ് മുഴുവൻ ആർക്ക് വേണ്ടിയാ? കർത്താവിന് വേണ്ടിയാണ്. അവളുടെ ചിന്ത മുഴുവൻ കർത്താവിന് വേണ്ടി, അവളുടെ അധ്വാനം മുഴുവൻ കർത്താവിന് വേണ്ടി, മുഴുവൻ കർത്താവ് എന്തു പറഞ്ഞാലും. അപ്പോൾ വെൽക്കം ചെയ്ത ആദ്യത്തെ സ്റ്റേജ് എല്ലാം നല്ലതാണ്, നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ വീട്ടിലോട്ട് നോക്കിയാൽ യേശുവും 12 ശിഷ്യന്മാരും എവിടെയുണ്ട്? വീട്ടിനകത്തുണ്ട്. പക്ഷെ വീട്ടിനകത്തേക്ക് നമ്മൾ നോക്കിയാൽ കാണുന്ന പിക്ചർ എന്താ? ഒരാള് വചനത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അടുത്തൊരാള് കിച്ചനകത്ത് വളരെ കുഴഞ്ഞ ഒരാൾ. അപ്പോൾ കുഴഞ്ഞൊരാളെ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്ന ഒരാൾ. ഇദ്ദേഹത്തോട് മാർത്തയോട് ചോദിച്ചാൽ പറയും, ഞാൻ ചെയ്യുന്ന മുഴുവൻ കർത്താവിന് വേണ്ടിയാണ്.
പണ്ടെങ്കിൽ എനിക്ക് ഈ പ്രശ്നമില്ലായിരുന്നു. ഞാൻ പണ്ട് ഇത്രയൊന്നും കറിയൊന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷേ കർത്താവ് നിമിത്തമാണ് ഇതെല്ലാം. ഞാനിപ്പോൾ കർത്താവിൻ്റെ ആലയത്തിൽ വന്നു, പാസ്റ്ററെ ഞാനിവിടെ ചെയ്യുന്ന എല്ലാം കർത്താവിന് വേണ്ടി. പക്ഷേ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡിസ്ട്രാക്റ്റഡ് ആണ്, അല്ലേ? ഡിസ്ട്രാക്റ്റഡ്. 40-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, ബട്ട് മാർത്ത വാസ് ഡിസ്ട്രാക്റ്റഡ് വിത്ത് മച്ച് സെർവിങ്. മച്ച് സെർവിങ്. സെർവിങ് ഈസ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ, ബട്ട് മച്ച് സെർവിങ്. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭകളിൽ ചിലപ്പോഴൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഉപവാസ പ്രാർത്ഥന വീടുകളിൽ വെക്കുന്ന സമയം, ഉപവാസ പ്രാർത്ഥന വീടുകളിൽ വെക്കും. വെള്ളിയാഴ്ച പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് അവിടെ വെള്ളിയാഴ്ച പകൽ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ വീടുകളിൽ പ്രാർത്ഥന വെക്കും. പ്രാർത്ഥന വെച്ചിട്ട് രാവിലെ ചെന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുന്ന സമയം ഏകദേശം ആകുമ്പം അച്ഛനോടെ ഉണ്ട്, പിന്നെ അച്ഛനെ കാണാനില്ല. അപ്പോൾ ഒരു 12:30 ആകുമ്പോൾ പ്രാർത്ഥന തീരുമെങ്കിൽ ഒരു 12:15 ആകുമ്പോഴത്തേക്ക് അച്ഛൻ വരും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ അവിടെ പോയേക്കായിരുന്നു. അച്ഛന് ഫുഡ് ഓർഡർ ചെയ്തിരുന്നത് പാസ്റ്റർക്കും വിശ്വാസികൾക്കും നല്ല ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരു 10 മൈൽ അപ്പുറത്തുള്ള ഏറ്റവും നല്ലൊരു കടയിലാണ് ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അച്ഛൻ അവിടെ പോയേക്കുക ഫുഡ് പിക്ക് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ഈ ഫുഡ് പിക്ക് ചെയ്തുകൊണ്ട് വരുമ്പം ഞാനത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, ഇന്ന് അവസാനത്തെ കഴിപ്പായിട്ട് ചിന്തിച്ചോണം. അടുത്ത പ്രാവശ്യം മുതൽ പ്രാർത്ഥന വെച്ചിട്ട് പ്രാർത്ഥനയ്ക്കിരിക്കാതെ ഫുഡ് പിക്ക് ചെയ്യാൻ പോയാൽ പ്രാർത്ഥന കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകും, കഴിക്കാൻ ഞാൻ നിൽക്കുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു, പക്ഷേ പ്രാർത്ഥന വെക്കുമ്പോൾ നാം എന്തിനാ വെച്ചത്? വരുന്നവരെ മാന്യമായിട്ട് ചായ ഇടണം, കഴിക്കാനും കൊടുക്കണം, ഒരു കുഴപ്പമില്ല, അതൊക്കെ മാന്യമായിട്ട് ചെയ്യണം. പക്ഷേ നാം വീട്ടിൽ പ്രാർത്ഥന വെച്ചത് നമ്മുടെ കുക്കിംഗ് എബിലിറ്റി കാണിക്കാനാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യേകം വിളിക്കണം. അതിന് ഈ പ്രാർത്ഥനക്കാരെ വിളിച്ചിരുത്തി മെനക്കെടുത്തുന്നത് എന്തിനാ? ആ പ്രാർത്ഥനയുടെ പരമമായൊരു ലക്ഷ്യമുണ്ട്. ആ വീട്ടിൽ പ്രാർത്ഥന, നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ദൈവമക്കൾ എൻ്റെ വിഷയത്തിൽ എന്നോട് ചേർന്ന് എൻ്റെ പാസ്റ്ററും എൻ്റെ കൂട്ടു സഹോദരങ്ങളും എന്നോട് ചേർന്ന് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആ വീട്ടിൽ പ്രാർത്ഥന വെക്കുന്നേ. ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പ്രാർത്ഥനയുടെ ആവശ്യക്കാരനാരാ? വീട്ടുകാരനാ. അപ്പോൾ ആ യാഥാർത്ഥ്യം നാം അറിയണം. നാം അതുകൊണ്ട് അത്യാവശ്യം ചെയ്യുകയാണെങ്കിൽ വല്ല ബോണ്ടയോ വടയോ വല്ലോ പ്രാർത്ഥന കഴിഞ്ഞ് ചൂടാക്കി കൊടുക്കത്തക്കതുപോലെ വാങ്ങിച്ച് നേരത്തെ വെച്ചേക്കണം. ചായ എല്ലാം അടപ്പേ വെച്ചിട്ട് തീ കുറച്ച് വെച്ചിരുന്നാൽ മതി. ആ സമയമാകുമ്പം ആശീർവാദം പറഞ്ഞിട്ട് 10 മിനിറ്റ് അവരെ ഇരുന്ന് കാര്യം പറയുന്ന സമയത്ത്. പക്ഷെ അല്ലാതെ ഈ കുക്കിങ്ങിൽ തിരക്കായി പോയാൽ അവസാനം സംഭവിക്കുന്ന വിഷയം കർത്താവിൻ്റെ മുമ്പിൽ, എല്ലാവരും എന്ത് പറഞ്ഞിരിക്കുക, പക്ഷേ കർത്താവിന് മുമ്പിൽ സംഭവിക്കുന്ന പറയുന്നത് ഇവിടെ. ഞാൻ ആ പറയുന്ന ഭാഗം കൊച്ചുകൂടെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ 10-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യത്തിലേക്ക് തന്നെ പിന്നെയും തിരിച്ചു പോവുക. അതിൻ്റെ ആ ഭാഗം ഒന്ന്, ആദ്യത്തെ ഭാഗം തന്നെ ഒന്ന് വായിച്ചു വിട്ടോ. ഓക്കെ. ആ അവരോട് പറഞ്ഞത് ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഭാഗം യേശു ഇപ്പോൾ പറഞ്ഞു വിടുന്നത് എന്താണ്? നമ്മുടെ അകത്തൊരു അർജൻസി ഉണ്ട്. എന്താണ് അർജൻസി? കൊയ്ത്ത് വളരെയുണ്ട്. തിന്നും കുടിച്ചും സുഖിച്ചും ആനന്ദിച്ചും തമാശ പറഞ്ഞൊരു വീട്ടിൽ ഇരിക്കാനല്ല നമ്മളെ വിളിച്ചേക്കുന്നത്. അത് ആദ്യം അവരോട് പറഞ്ഞു. കൊയ്ത്ത് വളരെയുണ്ട്. കൊയ്ത്ത് വളരെയുണ്ടെന്ന് പറഞ്ഞാൽ ഒരിടത്തും കൂടുതൽ സമയം ചെലവിടാൻ പറ്റുകയില്ല. കൊയ്ത്തിന് പോയേക്കുള്ളൂ. അടുത്ത ഭാഗങ്ങൾ വായിച്ചു പിന്നെ വിശദീകരിക്കുന്നു. ആ അപ്പോൾ അങ്ങനെ ആകുമ്പം കൂടുതൽ സൗഹൃദത്തിന് സാധ്യതയുണ്ടോ? ഇല്ല. പിന്നെ ആ ആ ചെന്നാൽ ഏതെങ്കിലും വീട്ടിൽ നിങ്ങളെ കൈക്കൊണ്ടു എന്നിരിക്കട്ടെ. ആ ആ
അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർക്ക് ചെയ്യും. അങ്ങനെയാകുമ്പോൾ ആ വീട്ടിലുള്ളത് മതി. ഒരു മിഷണറി സ്റ്റൊമക്ക് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയും. മിഷൻ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനാ വിഷയമാണ് അത്. കർത്താവ് ഒരു മിഷണറി സ്റ്റൊമക്ക് തരണം. എന്താ കിട്ടുന്നത്? സ്തോത്രം പറഞ്ഞ് കഴിക്കാൻ. അവിടെ ചെല്ലുമ്പം ഞാൻ ആടേ കഴിക്കൂ, ഒലത്തിയതേ കഴിക്കൂ, നിർത്തിപ്പൊരിച്ചതേ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്, കർത്താവേ ഒരു മിഷണറി സ്റ്റൊമക്ക് തരണം. എന്തോ വിളമ്പി മുമ്പി വെച്ചാലും അത് തലയാണെങ്കിലും വാലാണെങ്കിലും കണ്ണടച്ച് സ്തോത്രം പറഞ്ഞ് കഴിക്കാൻ കൃപ തരണം. സ്തോത്രം. എന്ത് തന്നാലും ഡിമാൻഡൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നു, യേശുവരെ പറഞ്ഞയക്കുമ്പോൾ അവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ രീതിയിലൊരു മാനസിക പ്രിപ്പറേഷൻ നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾക്ക് ഡിമാൻഡില്ല, ഇത്ര വേണമെന്നില്ല, ഇത്ര കറികൾ വേണമെന്നില്ല, ജീവിക്കാനുള്ളത് മതി അല്ലേ? നമ്മളിപ്പോൾ സാധാരണ ഒരു 50 കഴിയുമ്പം നമ്മൾ ഇന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്തുവാ? നമ്മൾ പണ്ട് കഴിക്കാൻ വേണ്ടി ജീവിച്ചെങ്കിൽ 50 കഴിഞ്ഞപ്പം ജീവിക്കാൻ വേണ്ടി മാത്രം കഴിക്കുന്നേ ഉള്ളൂ അല്ലേ? അത്രയും മതി. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശു പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് അറിയണം. യേശു എന്താ പ്രതീക്ഷിക്കുന്നേ? യേശുവിന് എന്താ വേണ്ടുന്നേ? വീട്ടിലുള്ളത് മതി, കഞ്ഞിയും പയറും മതി. പക്ഷെ കർത്താവിന് വേണ്ടുന്നത് നിങ്ങൾ അവൻ്റെ പാദപീഠത്തിലിരിക്കുന്നതാണ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻ സംഭവിച്ചു. എങ്ങനെ ഡിസ്ട്രാക്ഷൻ സംഭവിച്ചു? ഞാൻ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ യേശുവിനെ കണ്ടു. ഞാൻ യേശുവിനെ കണ്ടപ്പോൾ യേശു എന്ത് ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിച്ച്, യേശു എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചു മനസ്സിലാക്കുന്നതിന് പകരം ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത്രയൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്കൊരു കുറവല്ലേ? അപ്പം എനിക്കൊരു കുറവ് വരാതിരിക്കാൻ വേണ്ടി. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഇവൾ യേശുവിൻ്റെ അടുക്കൽ വന്നത് എങ്ങനെയാ? സ്തുതി ചെയ്യുമാനാമേ നിത്യവും ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടാന്നോ? പിന്നെന്താ പറഞ്ഞുകൊണ്ട് ആ കിച്ചണിൽ നിന്നുള്ള വരവ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. കിച്ചണിൽ നിന്ന് എങ്ങനെയാ വന്നേ? വല്ലാതെ ദേഷ്യപ്പെട്ട്. ഞാൻ എൻ്റെ ഭാവനയിൽ കാണുന്നത്, കതകിൻ്റെ സൈഡിൽ വന്ന് നിന്നുകൊണ്ട് പല പ്രാവശ്യം കതക് അടച്ചും തുറന്നും ശബ്ദം ഉണ്ടാക്കിയും മറിയെ വിളിക്കാൻ നോക്കി. അനക്കമില്ല അവൾക്ക്. അകത്തുപോയി മനഃപൂർവ്വം 1-2 പാത്രങ്ങൾ എടുത്ത് താഴെ ഇട്ടു. എന്നാലെങ്കിലും എവളൊന്ന് എഴുന്നേറ്റ് വരട്ടെ. എന്നിട്ടും എവൾ എഴുന്നേറ്റില്ല. ആകുന്ന പഠിച്ച പണി 56 നോക്കിയിട്ടും മറിയെ കുലുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അവസാനം ഇവൾ യേശുവിൻ്റെ അടുക്കൽ നേരിട്ടങ്ങ് ചെന്നത്. കുഴപ്പം എന്താണെന്നറിയാമോ? ഡിസ്ട്രാക്റ്റഡ് ആയതുകൊണ്ട് കുഴപ്പം പറ്റിയത്, നിങ്ങൾ എന്നോട് ചേർന്ന് ചിന്തിക്കണം. വളരെ ബഹുമാനിക്കേണ്ടുന്ന ഒരു മനുഷ്യൻ അല്ലേ? റെസ്പെക്റ്റ് ചെയ്യേണ്ടുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മുമ്പിൽ ഇന്ന് മാർത്ത സംസാരിക്കുന്നത് കോപവിഷ്ടയായിട്ടാണ്. കോപത്തോടാണ് യേശുവിനോട് ഇന്ന് മാർത്ത സംസാരിക്കുന്നത്. അവൾ പരിസരം മറന്നു, അവൾ സാഹചര്യം മറന്നു, ആരോട് സംസാരിക്കുന്നു എന്ന് അവൾ മറന്നു. ഡിസ്ട്രാക്ഷൻ സംഭവിച്ചു. നമ്മൾ ഈ ആലയത്തിനകത്തും നമ്മൾ ശുശ്രൂഷകളിലും നമ്മൾ ആത്മീയ അനുഭവങ്ങളിലും കർത്താവിനെ സ്വീകരിച്ച, കർത്താവിനെ ഉൾക്കൊണ്ട് സന്തോഷിച്ച് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ന്യായവിധിയൊക്കെ ഒഴിവായി, ശരിയാ. പക്ഷേ നാം പലപ്പോഴും ആവശ്യം കർത്താവ് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയാൽ നാം ഡിസ്ട്രാക്റ്റഡ് ആകും. ഡിസ്ട്രാക്റ്റഡ് ആയാൽ നാം ഡിസ്ട്രാക്റ്റഡ് ആയവരെ പോലെ സംസാരിക്കാനും പ്രതികരിക്കാനും തുടങ്ങും. ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോൾ നാം കോപം വരും. കോപം വന്നാൽ പിന്നെ കണ്ണ് കാണുകയില്ല. മാർത്തയ്ക്ക് അതാ സംഭവിച്ചത്. മാർത്ത യേശുവിൻ്റെ മുമ്പിൽ കോപത്തോടെ ഇറസ്പെക്റ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ അടുക്കൽ അവൾ ചെന്നിട്ട് യേശുവിനോട് അവൾ പറഞ്ഞത് എന്താണ്?
കർത്താവേ, but Martha was distracted with much serving. And she approached him and said, Lord, do you not care that my sister has left me to serve alone? ആരുടെ മേലെ ഇപ്പോൾ കുറ്റം? മാർത്ത ഇപ്പോൾ യേശുവിനെ കുറ്റപ്പെടുത്തുകയാണ്. നമ്മളൊന്ന് നോക്കിയേ, എങ്ങനെ സ്വീകരിച്ചതാ? വീട്ടിൽ സന്തോഷത്തോടെ സ്വീകരിച്ചതല്ലേ? വീട്ടിൽ കൈക്കൊണ്ടതല്ലേ? മറ്റാർക്കും കിട്ടാത്ത കുറേ പ്രിവിലേജൊക്കെ കിട്ടിയില്ലേ? പക്ഷെ ഇന്ന് അവളോട് ചോദിച്ചാൽ അവൾ പറയും, എൻ്റെ വീട്ടിലെ ഇന്നത്തെ സകല പ്രശ്നത്തിനും കാരണക്കാരൻ അല്ലേ? നമ്മളിങ്ങനെ പറയാറുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കൃപയെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, എനിക്കിങ്ങനെ ചെയ്യാമായിരുന്നു, കൈനൂത്ത് രണ്ട് കൊടുക്കാമായിരുന്നു. പക്ഷെ എന്തോ ചെയ്യാനാ, വന്നു പോയില്ലയോ. ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്ന്. എന്തോ പ്രയാസം എന്ന് മനുഷ്യർക്ക്? ഇന്നത്തെ പ്രയാസം എന്താ? അവർ രക്ഷിക്കപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു പ്രയാസം. കാര്യം പലതും ചെയ്യാൻ പറ്റുന്നില്ല, ഉദ്ദേശിക്കുന്നിടത്തും പോകാൻ പറ്റുന്നില്ല, വേണ്ടതുപോലെ ജീവിക്കാൻ പറ്റുന്നില്ല, വേണ്ടതുപോലെ ആഗ്രഹിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല, ഇഷ്ടമുള്ളത് പലതും കുടിക്കാൻ പറ്റുന്നില്ല, തിന്നാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. എന്തോ ഗതികേടാന്ന് പറ. യേശുവിൻ്റെ അടുക്കൽ ഇവൾ ചെല്ലുന്നത് ഇന്നലകളിൽ ആത്മാർത്ഥതയോടെ ഹൃദയംഗമായി സ്വീകരിച്ച യേശുവിൻ്റെ അടുക്കൽ ഇന്ന് ഇവൾ പരാതിയുമായിട്ട് ചെല്ലുകയാണ്. യേശുവിനെ ഒരു വശത്ത് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നത് പോലെ. എന്താ കാര്യം എന്നറിയാമോ? അവളുടെ ഫോക്കസ് കർത്താവ് ആഗ്രഹിച്ചെടുത്തല്ല. ദൈവമക്കളെ, നാം ഒത്തിരി കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പുവരുത്തണം, കർത്താവ് ആഗ്രഹിക്കും തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം അതിൻ്റെ മഹത്വത്തോടുകൂടെ നാം അനുഭവിക്കും. യേശുവിനോട് ചോദിച്ചാൽ, ശിഷ്യന്മാരോട് ചോദിച്ചാൽ അവരിങ്ങനെ പറയും, മാർത്തേ, നീ ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസമേ ഞങ്ങൾ 10,000 പുരുഷന്മാർ മാത്രം, ഇപ്പം സ്ത്രീകളുടെ എണ്ണം സാധാരണ കൂടുതലായിരിക്കും, എല്ലാം കൂടി ഒരു 15,000 20,000 പേരുണ്ടായിരുന്നിടത്ത് ആകെ 5 അപ്പവും 2 മീനും ഈ കർത്താവിൻ്റെ കയ്യിലോട്ട് ഞങ്ങൾ കൊടുത്തപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അത് വാഴ്ത്തി ഞങ്ങളോട് പറഞ്ഞു, 50 വീതമായിട്ട് ഓരോരുത്തരെ എല്ലാവരും ജനത്തെ ഇരുത്താൻ പറഞ്ഞു. ഞങ്ങൾ ഇരുത്തി. വലിയ ദൈവപ്രവൃത്തി കണ്ടിട്ടാ ഞങ്ങൾ ഇന്നിവിടെ വീട്ടിൽ വന്നത്. നീ എന്തിനാ ഈ കിച്ചണിൽ കിടന്ന് ഇത്രയും കഷ്ടപ്പെടുത്ത്? നീ എന്ത് ചെയ്താൽ മതിയായിരുന്നു? നീ ഉച്ചയാകുമ്പോൾ നിനക്ക് ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് ഇങ്ങോട്ട് കൊടുത്തിട്ടെ, അത് രസമാണോ സാമ്പാറാണോ ഇച്ചിരി മീൻകറി പഴയത് ഇച്ചിരി ഉള്ളൂ, അത് മതി. കർത്താവ് വർദ്ധിപ്പിച്ചേനല്ലോ. വേണ്ടി വന്നാൽ കർത്താവ് ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ മിസ് ചെയ്യപ്പെട്ട മൊമെന്റ്സ് നമ്മുടെ ജീവിതത്തിൽ നാം ഡിസ്ട്രാക്റ്റഡ്. ഇപ്പോൾ ഈ വീട്ടിലേക്ക് നോക്കിയാൽ കംപ്ലൈൻറ്റും അക്യൂസേഷനും പരാതികളും വലിയ പ്രശ്നങ്ങളാണ് ഈ വീട്ടിനകത്ത് ഇപ്പം നോക്കിയാൽ. ഇനി കർത്താവ് പറയുന്ന ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം വേഗത്തിൽ. അതിൻ്റെ 41 മുതലുള്ള വാക്യങ്ങളിലേക്കൊന്ന് വായിച്ചു. നമ്മൾ സാധാരണഗതിയിൽ ഒരു കാര്യം പ്രത്യേകിച്ച് ആമേൻ ആമേൻ വെർലി വെർലി എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഭയങ്കര പ്രാധാന്യമുള്ളതല്ലേ, മാറ്റം വരുത്താൻ പറ്റില്ലാതെ. കർത്താവ് പലരെ അങ്ങനെ പേരുല്ലിയൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് യേശു 2 പ്രാവശ്യം പേര് വിളിച്ചു. എന്തിനാ? ദർശനം കൊടുക്കാനാണോ? അനുഗ്രഹിക്കാനാണോ? എവളെ അഭിഷേകം ചെയ്യാനാണോ? അല്ല, ഇവളിപ്പം നിൽക്കുന്ന അഭിഷേകം ഒന്ന് കുറയാനാണ്. ഇവളിലിപ്പോൾ വ്യാപരിക്കുന്നൊരു അഭിഷേകമുണ്ട്. അവളാ നിൽക്കുന്ന ഇപ്പം ആ ചാട്ടോയിലൂടെ കണ്ടാൽ മിക്കവാറും കയ്യിൽ ഇളക്കിക്കൊണ്ടുവന്ന ചൂട് ചട്ടുവം വല്ലതും ആണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. അടുക്കളയിൽ നിന്ന് വരുന്ന വരവാണ് ഇത്, ജോലി സ്ഥലത്ത് നിന്ന് വരുവല്ല. ആ പരുവത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് അവളെ 2 പ്രാവശ്യം വിളിച്ചു.
മാർത്തേ മാർത്തേ, നിർത്ത് നീ. യേശു അങ്ങനെ വിളിച്ചെങ്കിൽ ആ സാഹചര്യം അത്ര മോശമാണ്, അല്ലെങ്കിൽ അത്രയും പ്രാധാന്യം അവിടെ കൊടുത്തു കർത്താവ്. മാർത്തേ മാർത്തേ, എന്താ യേശു പറഞ്ഞത്? യു ആർ വറീഡ്. ആരെക്കുറിച്ചാണ് വറിയാകുന്നേ? ദൈവമക്കൾ പറ, ആരെക്കുറിച്ചാണ് വറിയാകുന്നേ? ഇപ്പം യേശുവിനെ കുറിച്ച്. യേശു ആരാ? ദൈവം, സൃഷ്ടികർത്താവ്, സർവശക്തനായ ദൈവം, എല്ലാറ്റിനെയും ഉണ്ടാക്കിയവൻ. എല്ലാറ്റിനെയും ഉണ്ടാക്കിയവനെ കുറിച്ച് ആര് വറിയാകുന്നു? ഓ മൈ ഗാഡ്. രാത്രി നാം ഈ കർത്താവിൻ്റെ വചനത്തിൻ്റെ ചിന്ത, ഞാൻ പറഞ്ഞ് കർത്താവിനോട് ഇതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് കർത്താവ് എനിക്ക് വചനം തുറന്നു തന്നത്. നമ്മൾ വറിയാകുകയാണോ? ആരുടെ കാര്യത്തെക്കുറിച്ച്? ആരുടെ കാര്യത്തെക്കുറിച്ച്? ഡിസ്ട്രാക്റ്റഡ് ആയാൽ, ഇവിടെ അടുത്ത ഭാഗത്ത് പറയുന്നത് യു ആർ worried then and troubled about many things. പലതിനെ ചൊല്ലി നിന്റെ ഹൃദയം കലങ്ങിയിരിക്കുക. നിന്റെ ഈ സംസാരത്തിൻ്റെ എല്ലാം വിഷയം അതാ. നീ കോപിക്കുന്നതിൻ്റെ വിഷയം അതാ. നീ ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം ഇതാ. നീ വെൽക്കം ചെയ്തപ്പോൾ വെൽക്കം ജീസസ് എന്നൊക്കെ പറഞ്ഞാൽ കൈനീട്ടിയ ആ ഒരു ഭാവമൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അല്ലേ? വന്നാട്ട കർത്താവേ, ഇരുന്നാട്ട കർത്താവേ എന്നൊക്കെ പറഞ്ഞ് ആ സഭ്യമായിട്ട് ഇങ്ങനെ കൂനി നിന്ന മാർത്ത ഇപ്പം അങ്ങ് നിൽക്കുമല്ലോ ഇങ്ങനെ. നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ വെല്ലെന്നും പറഞ്ഞ് നിൽക്കുക അല്ലേ? എവിടുന്ന് വന്നു? ജീവിതത്തിലുണ്ടായ ഡിസ്ട്രാക്ഷൻസ്. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഇവിടുത്തെ ദൈവസഭ, ഇവിടുത്തെ ദൈവമക്കൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒത്തിരി പഴമയുടെ അനുഭവങ്ങൾ, ബാഡായിട്ടുള്ള പോയിസണൊന്നും ഇതുവരെ ഏൽക്കാത്തവരാണ്. നിങ്ങൾ പോയിസൺ ഏൽക്കാതെ സൂക്ഷിക്കണം. നിങ്ങളെ പഴക്കം വരുന്നതിനനുസരിച്ച് പലയിടത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അവിടെ ആ വെൽക്കം ചെയ്തതൊക്കെ അങ്ങ് മറന്ന്, അനുഭവിച്ച ഭാഗ്യപദവികൾ മറന്ന്, കംപ്ലൈൻറ്റിൻ്റെ ഒരു കൂമ്പാരമായിട്ട് പല കൂട്ടങ്ങളും മാറുക. എന്താണ് ഈ യേശു? ഇന്ന് ഞാനത് പറയുമ്പം ഇങ്ങനെ ചിന്തിക്കുക. ഈ വീട്ടിൽ നിന്ന് യേശു ശിഷ്യന്മാർ ഇറങ്ങിപ്പോവുക. യേശുവും ശിഷ്യന്മാരും ഇറങ്ങിപ്പോകുമ്പം ഞാനിങ്ങനെ എൻ്റെ ഭാവനയെ കാണുന്നത്, പത്രോസ് പറയുക, കൃപയിലെങ്ങാനും വന്നില്ലായിരുന്നു ഞാൻ രണ്ട് കൈ നീട്ടി ഞാൻ കൊടുത്തേനെ. പിന്നെ പത്രോസിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. പത്രോസിൻ്റെ സ്വഭാവം എന്താ? എടുത്തിയാട്ടത്തിൻ്റെ ആളാണ്. ആ മാർത്തയുടെ വരവെല്ലാം കണ്ടിട്ട് പത്രോസിന് വല്ലാതെ രക്തം തിളച്ചിട്ടുണ്ടാകും. ഭയങ്കരമായിട്ട് കടിച്ചു പിടിച്ചൊക്കെ ഇരുന്ന പുള്ളി. ഇനി അത് കഴിയുമ്പം യോഹന്നാൻ പറഞ്ഞു കാണും, എന്നാലും കർത്താവേ അവളെ പബ്ലിക്കായിട്ട് അത്രയും പറയണ്ടായിരുന്നു. അത്രയും അവളെ ഇച്ചിരി കൂടിപ്പോയെന്നൊരു സംശയം. കർത്താവ് അത്രയും ഭയങ്കരമായിട്ട് അവളെ അങ്ങ് ഇത് ചെയ്തോന്ന് അറിയത്തില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് എവളിത് വിളമ്പി വെച്ചോന്ന് ചരിത്രത്തിലില്ല. വിളമ്പി വെച്ചെങ്കിൽ കർത്താവ് കഴിച്ചോന്നറിയത്തില്ല. നമുക്കത് ചരിത്രഭാഗത്തില്ല. പക്ഷേ എവളുടെ ചരിത്രം പറയുന്നത് വല്ലാതെ കുഴങ്ങി അല്ലേ? നാം ഈ വേദഭാഗത്തിലെ അടുത്ത യേശു പറഞ്ഞ ഭാഗം കൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്നാൽ അല്പമേ വേണ്ടൂ. അല്പം മതി. കർത്താവിൻ്റെ സന്നിധിയിൽ നാം വരുമ്പം ഒരു യാഥാർത്ഥ്യം അറിയണം, അല്പത്തെ അധികമാക്കാൻ അവന് കഴിയും. അല്പം ശക്തിയുള്ളോ ആ ശക്തിയും കൊണ്ട് ഇനി പോരുന്നാൽ മതി. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയാം, ചുമയുണ്ടെന്ന് പറഞ്ഞ് ആരും വീട്ടിൽ ഇരിക്കരുത്. കാരണം എല്ലാവർക്കും ചുമയാണ്. ചുമ മാറിയിട്ട് ആരും ഇനി ആലയത്തിൽ വരാനിരിക്കണ്ട. ചുമയും കൊണ്ട് സ്വോത്രം പറഞ്ഞ് പോരുക, ചുമ മാറിക്കോളും. ഞാനിവിടെ വന്നിരുന്നിട്ട് 3-4 പ്രാവശ്യം ചുമച്ചു. പക്ഷേ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഇതുവരെ ചുമച്ചില്ല. ചുമ കർത്താവ് മാറ്റിക്കോളും. നാം ഇത് മാറിയിട്ട് ചെയ്യണ്ട. ഇനിയിപ്പോൾ ഇതിനോടൊക്കെ ചേർന്ന് നമ്മളങ്ങ് പോകാനേ ഒക്കെ ഉള്ളൂ. പിന്നെ ചുമയ്ക്കുന്ന കാണുമ്പോൾ പേടിയാണെങ്കിൽ ചുമയ്ക്കുന്ന ആളിൽ നിന്ന് ഒരു 100 അടി മാറി അങ്ങോട്ടങ്ങ് ഇരിക്കുക. മാസ്കോ
ജാക്കറ്റ് കവർ തലയിൽ കൂടെ കവർ ചെയ്തോ എന്തോലൊക്കെ ഇരിക്കുക. പക്ഷേ എന്നാലും ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾക്ക് നടക്കാൻ പറ്റുമെങ്കിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ ചുമയ, ചെറിയ തലവേദന എന്നൊന്നും പറഞ്ഞിരിക്കരുത്. കാരണം ഇത് കോമണായി. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പം ഒരു യാഥാർത്ഥ്യം അറിയണം. ഇവിടെ കർത്താവ് പറയുക, അല്പം ശക്തി, അല്പം ബലം കർത്താവിൻ്റെ കയ്യിലോട്ടത് കൊടുക്കെ, വർദ്ധിപ്പിക്കാൻ അവന് പറ്റും. മാറ്റം വരുത്താൻ യേശുവിന് പറ്റും. ഇന്ന് രാത്രി നമ്മളിലുള്ള അല്പം കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാമെങ്കിൽ അതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ കർത്താവിന് പറ്റും. നമ്മുടെ അകത്തുനിന്ന് വറി എടുത്തു കളയണം, ഡിസ്ട്രാക്ഷൻസ് എടുത്തു കളയണം, ആകുലതകൾ എടുത്തു കളയണം. സർവശക്തന്റെ മഹത്വം ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം. അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. അതേതാന്ന് ചോദിച്ചാൽ മറിയ തിരഞ്ഞെടുത്തതാ. അതെന്തവാ? കർത്താവിൻ്റെ കാൽക്കലിരിക്കുക. കർത്താവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നിടത്തോളം നമ്മളിൽ ഉണ്ടാകുന്നൊരു കാര്യമുണ്ട്. ഈ ലോകത്തിലെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളല്ല. അവൻ്റെ കാൽക്കലിരുന്നാൽ, അവൻ്റെ സന്നിധിയിലിരുന്നാൽ കർത്താവ് നമ്മോട് പറയും, എൻ്റെ കരം അതിൻ്റെ സമയത്ത് ചലിക്കും, എൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തികൾ അതിൻ്റെ സമയത്ത് വെളിപ്പെടും. ഇന്ന് നീ ശൂന്യത കാണുകയാണെങ്കിലും, ഇന്ന് നിനക്കൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും, ഞാൻ വച്ചേക്കുന്ന എൻ്റെ സമയത്ത്, തക്ക സമയത്ത് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന കരമുണ്ടാകും. അതെ, അവൻ്റെ കാൽക്കലിരുന്നാൽ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഈ വാക്കിലൂടെ അവസാനിപ്പിക്കുന്നു. ദൈവമക്കളെ, കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നാം വന്നു. എത്ര സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചല്ലേ! എത്ര സന്തോഷത്തോടെ നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്തു, നമ്മുടെ ജീവിതം കർത്താവിനായിട്ട് കൊടുത്തു. നാം അനുഭവിച്ച ഒത്തിരി ഭാഗ്യപദവികളുണ്ട്. നമ്മുടെ പേര് മാറി, നമ്മുടെ ഐഡൻറ്റിറ്റി മാറി, നമ്മുടെ സ്ഥിതി മാറി, നമ്മുടെ അവസ്ഥ മാറി, നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങൾ മാറി. നമ്മൾ പാർത്ത പട്ടണങ്ങളിലും ദേശങ്ങളിലും ആ ദേശങ്ങളോട് ബന്ധപ്പെട്ടും ഒരുപക്ഷെ അറിയപ്പെടുന്നവരായി, ലോകം അറിയുന്നവരായി, വ്യക്തികൾ അറിയുന്നവരായി, മാന്യമായ ജീവിതം ദൈവം നമുക്ക് തന്നു. യേശു നമ്മുടെ വീട്ടിൽ വന്നത് നിമിത്തം ഒത്തിരി ദൈവപ്രവർത്തികൾ നമുക്ക് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായി. പക്ഷെ ഒരു ചോദ്യം എനിക്കുണ്ട്, ആ ഫോക്കസിൽ നിന്ന് നാം മാറിപ്പോയോ? നാം ആ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോയോ? നമ്മുടെ ലക്ഷ്യം മാറിപ്പോയോ? നാം യേശുവിൻ്റെ ഹൃദയമറിഞ്ഞ് യേശുവിന് എന്താണ് വേണ്ടത്, യേശുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്, യേശുവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്, അവൻ്റെ കൂടെ ഇരിക്കാൻ, അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കർത്താവിന് നമ്മെ കിട്ടാത്തതുപോലെ നാം തിരക്കാന്നോ? അവനോടിരുന്ന് അല്പനേരം സംസാരിക്കാൻ പറ്റാത്തതുപോലെ നാം തിരക്കാണോ? അവൻ്റെ കാൽക്കൽ 5 മിനിറ്റ് ഇരിക്കാൻ പറ്റാത്തതുപോലെ നാം തിരക്കാണോ ദൈവമക്കളെ? നമ്മൾ പറയും, അമേരിക്കയിൽ വന്നില്ലേ പാസ്റ്ററെ, മോർഗേജ് അടയ്ക്കണ്ടേ, കാറിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം, മറ്റു കാര്യങ്ങളുണ്ട്, എല്ലാം ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ ഇതൊക്കെ ശരിയാണ്. പക്ഷെ മറന്നത് ആരെയാ? മാറ്റിവെച്ചത് ആരുടെ കാര്യമാ? ആരുടെ കാൽക്കൽ ഇരിക്കാനാ നമുക്ക് സമയമില്ലാത്തത്? ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, നാം ഡിസ്ട്രാക്റ്റഡ് ആയി പോകാതിരിക്കണമെങ്കിൽ കർത്താവിനാൽ അട്രാക്റ്റ് ചെയ്യപ്പെടണം. ഇന്ന് രാത്രി കർത്താവിനാലൊന്ന് കർത്താവിനോടുള്ള ആ ആകർഷണം മറ്റേതിനേക്കാളും ആരെക്കാളും വലുതായിട്ട് യേശുവിനെ നമുക്ക് കാണാൻ പറ്റണം. ആ സാന്നിധ്യത്തിൻ്റെ വലിപ്പം നാമം തിരിച്ചറിയണം. അവൻ്റെ കൂടെ, അവൻ്റെ കാൽക്കലിരിക്കുന്നതിൻ്റെ പ്രാധാന്യത ഇന്ന് രാത്രി തിരിച്ചറിയണം. അവൻ്റെ സന്നിധിയിൽ അങ്ങനെ ഇരിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ, അതേ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക, മറിയ നല്ല അംശമാണ് തിരഞ്ഞെടുത്തത്. ആരും അവളിൽ നിന്നത് കവരുകയില്ല. ആർക്കും കവരാൻ പറ്റാത്തൊരു ബന്ധം, വചനത്തിൻ്റെ ആഴം കർത്താവ് അവൾക്ക് കൈമാറി. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ദൈവസ്ഥൻ ഇരിക്കുമ്പോൾ കർത്താവിനോട് ഒരു നിമിഷം സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ ആ കർത്താവിൻ്റെ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് ആ കാൽക്കലൊന്ന് കെട്ടിപ്പിടിക്കാൻ, അരുമനാഥൻ്റെ കാലൊന്ന് ചുംബിക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കാം. ദൈവസ്ഥനിലേക്കൊന്ന് മടങ്ങിച്ചെല്ലാം, കർത്താവിങ്കിലേക്ക് നമുക്കൊന്ന് മടങ്ങിച്ചെല്ലാം. നമ്മെ ആകുലപ്പെടുത്തുന്ന വിഷയങ്ങൾ,
whatever it may be, whatever is distracting our attention to the Lord, let us run back to Him, draw nearer to that cross and call out to Him, cry out to Him. Just embrace the presence of the Almighty this evening. We need Him more than anybody, anytime, more than any time or any time in comparison. We need Jesus today. ഇന്ന് രാത്രി ഏത് വ്യക്തിയെക്കാളും നമുക്ക് യേശുവിനെ വേണം. അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വേണം. അവന്റെ കരുതൽ ഇന്ന് രാത്രി വേണം. അവന്റെ പ്രവൃത്തികൾ നമ്മളിൽ തുടരണം. ദൈവം ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ നമുക്ക് എത്തണം. പിശാച് എടുത്തുകൊണ്ട് പോകാത്ത വചന നിക്ഷേപം നമ്മുടെ അകത്ത് വേണം. അതിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കണം. ഇന്ന് രാത്രി കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ ബന്ധത്തിലേക്കൊന്ന് മടങ്ങിപ്പോകാം. If anybody here have not accepted Jesus Christ and you have not opened the gate, the door of your heart to the Lord, welcoming Him into your heart, tonight the Spirit of God is asking you to do that. Have a fellowship with Him. Your life will be changed. You will be completely a different person. You will have a bright future. God will take you to the next level of your walk. The city will be known. The village will be known. You will be known. Your name will be written in the book of life. You are going to be a different person altogether. Your future is going to be different altogether. അതേ, കർത്താവിനോട് ചേർന്ന് നടന്നാൽ നാം സാധാരണക്കാരല്ല. നാം ഇനി അത്ഭുതങ്ങൾ കാണാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കാമോ? കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാമോ? വെൽക്കം ചെയ്ത് അതേ മനോഭാവത്തിൽ ജീവിതത്തിൽ കർത്താവിനോടുള്ള ഭവ്യതയിൽ, സ്നേഹത്തിൽ, ബന്ധത്തിൽ നമുക്ക് തുടരാൻ പറ്റണം. ദൈവത്തിന് നന്ദി പറയാൻ പറ്റണം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ അകത്ത്, വീട്ടിനകത്തുള്ളപ്പോൾ അതിനെ ആദരിക്കണം, അതിനെ ബഹുമാനിക്കണം, കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കണം. ഇറസ്പെക്റ്റീവായിട്ട് ഒരു വാക്ക് നമ്മളിൽ വരരുത്, ഒരു ചിന്ത വരരുത്, ആലയത്തിൽ വരരുത്, അങ്ങനെ ഒരു വാക്ക് പ്രസ്താവിക്കപ്പെടരുത്. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ നാം ഉൾക്കൊണ്ടപ്പോ കൊടുത്ത ബഹുമാനത്തിലും ആദരവിലും സകലത്തെയും കാണാൻ നമുക്ക് പറ്റണം. നമ്മുടെ അവസാന ശ്വാസം വരെ നാം ഈ കർത്താവിനോടുള്ള ബന്ധത്തിനകത്ത് നിൽക്കണം. പരിചയവും പഴക്കവും ഈ റെസ്പെക്റ്റ് എടുത്തു കളയരുത്. ശുശ്രൂഷയിൽ ഞാൻ വളരെ പ്രയോജനപ്പെടുന്നു എന്നുള്ളത്, ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്നുള്ളത് കർത്താവിനോടുള്ള ബഹുമാനം എടുത്തു കളയാൻ കാരണമാകരുത്. അവൻ്റെ സന്നിധി ചെല്ലുമ്പോൾ എത്ര വർഷത്തെ പഴക്കമുണ്ടായാലും ഭക്തി കുറയരുത്, ബന്ധം കുറയരുത്. ഒരു കാര്യം ഓർക്കണം, ദൈവത്തിന് വിഷയം നമ്മുടെ കുക്കിങ്ങും നമ്മുടെ ഫുഡും നാം ഒരുക്കുന്ന ഒന്നുമല്ല. കർത്താവിന് അതൊക്കെ ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കാൻ പറ്റും. അവന് വിഷയം നമ്മയായി ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുന്നത് അവൻ്റെ കാൽക്കലിരിക്കാൻ, പ്രാർത്ഥിക്കാൻ, ശബ്ദം കേൾക്കാൻ, ദൈവകൃപയെ അനുഭവിപ്പാൻ കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടി ഇരിക്കട്ടെ. ദൈവം നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും.